ടേക്ക് എടുക്കുമ്പോൾ അടൂർ സാറിൻ്റെ പ്രത്യേക രീതിയാണ്. അദ്ദേഹം മമ്മൂട്ടിക്ക് ഒരു പക്ഷേ കംപ്ലീറ്റ് ആ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടാവാം. സ്ക്രിപ്റ്റും ഇത് ഷോർട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുമുണ്ട്. സ്ക്രിപ്റ്റ് മാത്രമല്ല, അത് കഥാസാരം, സീൻ ബൈ സീൻ. മറ്റൊന്ന് ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും അദ്ദേഹം ഉണ്ടാക്കും. അത് വളരെ വേണ്ടപ്പെട്ടവരെ മാത്രമേ കാണിക്കുള്ളൂ. മമ്മൂട്ടി വേണമെങ്കിൽ കണ്ടിട്ടുണ്ടാവാം, ഞാൻ കണ്ടിട്ടില്ല. എന്നോട് കഥ പോലും പറഞ്ഞിട്ടില്ല. കുറേ പടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഞാൻ അഭിനയിച്ചിട്ടും അസിസ്റ്റൻറ്റ് ഡയറക്ടറോട് സ്ക്രിപ്റ്റ് കൊടുക്കരുത് ആർട്ടിസ്റ്റിനെന്ന് പറയുകയും ചെയ്യും. അതൊക്കെ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ നമുക്ക് കുറച്ച് നാടകത്തിൻ്റെ സംസ്കാരമുള്ള ആളുകൾക്കൊക്കെ കഥ നേരത്തെ അറിയുന്നത് നല്ലതാണ്. ഒരു മനസ്സിലൊന്ന് പ്ലാൻ ചെയ്യുക, കഥാപാത്രത്തിൻ്റെ ഒരു ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നതെന്ന്. അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് പിന്നെ കറക്റ്റ് ചെയ്തോട്ടെ ഡയറക്ടർ, വിരോധമൊന്നുമില്ല. പക്ഷേ അടൂർ സ്കൂൾ അങ്ങനെയല്ല. അതറിയണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതി. നിങ്ങൾ എൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. അപ്പം നിങ്ങൾ നടക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങളുടെ ഗെസ്റ്റേഴ്സ് എങ്ങനെയാണ്, കയ്യാങ്കി എങ്ങനെയാണ്, കാലാങ്കി എങ്ങനെയാണ്, നിങ്ങളുടെ കണ്ണെങ്ങോട്ടാണ് പോകേണ്ടത്, നിങ്ങളുടെ അഭിനയം എങ്ങനെ വേണം എന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ബിഹേവ് ചെയ്താൽ മതി, അങ്ങനെ പെരുമാറിയാൽ മതി ക്യാമറയ്ക്ക് മുന്നിൽ. നിങ്ങൾ എത്ര പ്രാവശ്യം മുന്നിൽ ചെയ്തോ, ഒരു വിരോധമില്ല. ഇതാണ്, ഈ ലൈനാണ് അദ്ദേഹത്തിൻ്റെ. ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ വന്നു പെടാൻ കുറച്ച് സമയമെടുക്കും. അന്ന് ഇന്നത്തെ പോലെയുള്ള സിനിമ, അന്ന് ഓല എന്നാ സിനിമാക്കാരെ ഈ ഇതിന് പറയുക, മറ്റേ ഫിലിമിന്. ആ ഫിലിമിന് വിലയുണ്ട്, നല്ല വിലയുണ്ട്. ഒരു റോൾ ഫിലിമിന് ഇത്ര രൂപ എന്നിട്ട്, ഇത് 20,000 മുകളിലും അങ്ങനെയൊക്കെ വരും. ആ കാലത്താണെന്ന് ഓർക്കണം. 10-12 ടേക്ക്, ഒരു 2 മിനിറ്റ് 3 മിനിറ്റുള്ളൊരു ഷോട്ട് 10-12 ടേക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയാണ് വെള്ളത്തിൽ പോയതെന്ന് അറിയാൻ മേല. അപ്പോൾ അതൊന്നും വറീഡല്ല. പുള്ളിയുടെ സ്വന്തം പടമാണെങ്കിൽ പോലും നോട്ട് വറീഡ്. പുള്ളിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ അവിടെ വച്ചേ നിർത്തുള്ളൂ. കട്ട്, ഓക്കെ. ഈ ഓക്കെ കേൾക്കാനായിട്ട്, കാരണം ഒരാളുടെയും ഫസ്റ്റ് ടേക്ക് ഓക്കെ ആക്കിയിട്ടില്ല എൻ്റെ ദൃഷ്ടിയിൽ. ഞാൻ അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഒരാളുടെ പോലും ഫസ്റ്റ് ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല അദ്ദേഹം. ഫസ്റ്റ് ഓക്കെ ആണെന്ന് നമുക്ക് കാണുന്നവർക്ക് തോന്നിയാൽ തന്നെ ഒരു ടേക്ക് കൊണ്ട് വെറുതെ എടുക്കും. അങ്ങനെ 2 ടേക്ക് കുറയാതെ എടുത്തുകൊണ്ടേയിരിക്കുന്നർത്ഥം അദ്ദേഹം. കേരളത്തിലെ അതിപ്രശസ്തയായ 500-600 പടങ്ങളിന് മുകളിൽ അഭിനയിച്ച ഒരു നടി, ഒരു ആർട്ടിസ്റ്റ്, ഫീമെയിൽ ആർട്ടിസ്റ്റ് മറ്റാരും ആയിരുന്നില്ല. അന്തരിച്ചു പോയ പ്രസിദ്ധ ആർട്ടിസ്റ്റ് സുകുമാരി ചേച്ചി. സുകുമാരി ചേച്ചി ഞങ്ങളെല്ലാം കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ സുകുമാരി ചേച്ചി അഭിനയിക്കുന്നുണ്ട്, ഹസ്ബൻഡായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. എനിക്ക് തളർവാകം വന്ന് കിടക്കുകയാണ്. എൻ്റെ വൈഫാണ് സുകുമാരി ചേച്ചി. ആ സുകുമാരി ചേച്ചിയുടെ ചില ഡയലോഗ് റെൻഡറിങ്ങിൻ്റെ കാര്യത്തിൽ അടൂർ സാറിന് എതിരഭിപ്രായം. സുകുമാരി ചേച്ചിയുടെ റെൻഡറിങ് സ്റ്റൈൽ ഒരു പ്രത്യേക സ്റ്റൈലുണ്ടല്ലോ, അത് ഒന്ന് മാറ്റിക്കിടണം. എത്ര ടേക്കാണെന്ന് എടുത്തതെന്നറിയാമോ? ഇത് കണ്ടുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് കാണാൻ തന്നെ മടിയായിപ്പോയി. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ശബ്ദമൊക്കെ ഇടറി തുടങ്ങി, ചേച്ചിയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അത് അഭിനയിക്കുന്നതല്ല, ലൈവായിട്ട്. കാരണം ഇങ്ങനെ ഒരു അനുഭവം ചേച്ചിക്ക് അതിന് മുമ്പുണ്ടായിട്ടുണ്ടോ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വല്ലാണ്ടായി ചേച്ചി. കാരണം ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു ആർട്ടിസ്റ്റിനോട് പോരാ ഇനിയും തെറ്റാണ്, ശരിയല്ല. അത് എന്താ ഇത് ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ? കൊച്ചുകുട്ടികളോട് ചോദിച്ചു തുടങ്ങി. സാറ് അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം പിന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടോ എന്തോ ഓക്കെ എന്ന് പറഞ്ഞ് നിർത്തേണ്ട ഒരു ഘട്ടം വരെ അത് എത്തി. അതിന് ഞാൻ ദൃക്സാക്ഷിയാണെന്ന് പറയുക. എന്നെയും കണ്ടമാനം വിഷമിപ്പിച്ചിട്ടുണ്ട് സാറ്. അത് ഈ ഷൂട്ടിങ്ങിന് മാത്രമല്ല, ഷൂട്ടിങ്ങിനുണ്ട്, ഡബ്ബിങ്ങിനും ഇതേ സ്റ്റൈലാണ്. അപ്പോൾ ഈ ഷൂട്ടിങ്ങിന് ഒന്നാമതേ ഈ മതിലുകളിൽ അത്രയൊക്കെ ഉള്ളൂ. ഇത് സെല്ലിൽ കിടക്കുന്ന ആളാണ്, ഒരു തടവ് പുള്ളിയാണ്. അയാളുടെ ചെറിയ കഥയുണ്ട്. അയാളുടെ കുടുംബം ദൂരെ എവിടെയാണ്, കഴിഞ്ഞിട്ട് അയാളെ പിടിച്ചുകൊണ്ട് വന്നു. സ്വാതന്ത്ര്യ സമര ഒരു സേനാനിയായിരുന്നു. അന്നത്തെ കാലത്ത് അവരെ പിടിച്ച് ജയിലിലിടുക, ഹിംസിക്കുക, അതൊക്കെ ഒരു പതിവായിരുന്നു. അപ്പോൾ അതിൽ വിക്ടിമൈസ് ചെയ്ത് പോയ ഒരു കഥാപാത്രം, അത്രയേ ഉള്ളൂ. മമ്മൂട്ടിയുടെ പിന്നെ വിധേയൻ
എന്നൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ മംഗലാപുരത്ത് എവിടെയാണ് താമസിക്കുന്നത്. അവിടുന്നൊരു 10-70 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് ഒരു കാടും പ്രദേശത്ത് സുബ്രഹ്മണ്യം എന്നോ അങ്ങനെ ആയിട്ടാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഉൾക്കാട്ടിൽ എവിടെയോ ആണ് ഷൂട്ട്. അപ്പോൾ എന്നും വൈകുന്നേരം ഇങ്ങോട്ട് പോരും, രാവിലെ അങ്ങോട്ട് പോകും. അത്രയധികം യാത്ര. ഈ യാത്രയ്ക്കിടയ്ക്ക് നമുക്ക് ഷൂട്ടില്ലെങ്കിൽ പോലും മമ്മൂട്ടി പറയും ഷൂട്ടില്ലെങ്കിൽ പോരാൻ വെറുതെ ഞാൻ തന്നെ പോകണ്ടേ. അപ്പം മമ്മൂട്ടിയുടെ ഡ്രൈവർ കം മേക്കപ്പ് മാൻ, പഴയ എം.ഒ. ദേവസ്യയുടെ മകൻ ജോർജ് ഉണ്ടാവും, ഞാനുണ്ടാവും. ജോർജ് പുറകിലിരിക്കും, ഞാനും മമ്മൂട്ടിയും, ഞാൻ ലെഫ്റ്റ് സൈഡിൽ, മമ്മൂട്ടി ഓടിക്കുക. അങ്ങനെ ഒക്കെ പറയും. അങ്ങനെ അവിടെ എത്തും. അവിടെ ഒരു പണിയില്ലാതെ നമ്മൾ രാവിലെ എത്തി ആഹാരം കഴിച്ച് ഉണ്ടും ഉറങ്ങിയും വൈകുന്നേരം രാത്രി 8 മണിക്കൊക്കെ ഈ മമ്മൂട്ടിയുടെ കൂടെ തിരികെ ഇങ്ങനെ സുബ്രഹ്മണ്യം അങ്ങോട്ട് യാത്ര. ഒരു കിണറ്റിൻ്റെ അകത്ത്, ഒരു ഗുഹയ്ക്കകത്ത്, അവിടേക്കാണ് ഷൂട്ട്. നമുക്ക് കാണാനൊന്നും വൃത്തിയില്ല. ലൈറ്റപ്പ് ചെയ്യണമെങ്കിൽ തന്നെ ഒത്തിരി താമസമുണ്ട് അവിടെ. ഞാൻ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വേഷമുണ്ട്. കഥാപുരുഷൻ എന്ന് പറഞ്ഞ സിനിമയിലെ വേലൂച്ചാർ. അതായത് ഒരു തറവാട്ടിലെ, തെക്കൻ തിരുവിതാംകൂറിലെ ഒരു തറവാട്ടിലെ കാർന്നവരുടെ ഒരു കാര്യസ്ഥൻ. ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒന്നുകൂടെ കാണണം എന്ന് പ്രൊഫസർ അലിയാരുടെ അടുത്ത് ഇദ്ദേഹം പറയുകയാണ്, സാറ് പറയുകയുണ്ടായി. അപ്പോൾ അലിയാർ നല്ലൊരു കോഓർഡിനേറ്ററാണ്. പല കാര്യങ്ങളും അടൂർ സാർ സിനിമ തുടങ്ങുകയാണെങ്കിൽ ആ വിവരം എനിക്ക് നേരത്തെ തരുന്ന ഇദ്ദേഹമാണ്. ഒന്നുമില്ല, സ്നേഹം കൊണ്ട്. അപ്പം ബാബുമ്പൂരി ഒന്ന് വിളിച്ചേക്ക് എന്ന് പറയും. അപ്പം വിളിച്ചേക്കെന്ന് പറഞ്ഞാൽ അതിനർത്ഥം സംസാരമധ്യ അടൂർ സാറ് എപ്പോഴോ എൻ്റെ പേരൊന്ന് റെഫർ ചെയ്തിട്ടുണ്ടതിൽ. അത് ചിലപ്പോൾ ഒരു വേഷം വന്ന് വീണേക്കാം, അതാണ് ഒന്ന് വിളിച്ചേക്കെന്ന് പറയുന്നതിൻ്റെ പൊരുൾ. അപ്പോൾ അലിയാർ സാറിൻ്റെ ഒരു ഇൻറ്റിമേഷൻ കിട്ടിക്കഴിയുമ്പോൾ വിളിക്കും. അപ്പോൾ അവിടെ ആ ഇൻറ്റിമേഷൻ അലിയാർ സാറിൻ്റെ ഇൻറ്റിമേഷൻ കിട്ടുന്നതിന് മുമ്പ് സാറിൻ്റെ ഒരു വിളി വന്നു. ഞാനൊരു ബാബുമ്പൂരി അല്ലേ? അതെ. ഒരു വിവരം പറയാനായിട്ടാണ്. ഞാനൊരു പുതിയൊരു സിനിമ പുതിയ ആളെ വെച്ച് ചെയ്യുകയാണ്. ബാബു നമ്പൂരിക്ക് ഒരു വേഷം വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെയാ? ജൂൺ മാസത്തിലാണ് ഷൂട്ടിംഗ് വെച്ചിരിക്കുന്നത്. അത് ഒരു അടൂർ സൈഡിലാണ്. എൻ്റെ തറവാടുമൊക്കെ ആണല്ലോ, അവിടെയാണ്. സൗകര്യമുണ്ടോ? അങ്ങനെയൊക്കെയാണ് ചോദ്യം. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജറുടെ ചോദ്യങ്ങളല്ല പുള്ളിയാണ് എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത്. നമ്മൾ ചോദിക്കും, അമ്മേ സാറേ അങ്ങനെ പറയാനുണ്ടോ? നമ്മൾ വളരെ അങ്ങോട്ട് മറുപടി പറഞ്ഞിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം. അപ്പോൾ അതിലൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ഇത് ചെയ്യുന്നതിന് മുമ്പ് ബാബു നമ്പൂരി, എന്നെ ബാബു എന്ന് വിളിക്കാറില്ല, എൻ്റെ പേര് മുഴുവൻ അങ്ങ് വിളിക്കുകയാണ്. ബാബു നമ്പൂരി പറ്റിയെങ്കിൽ ഇവിടെ വന്ന് നമുക്കൊന്ന് കാണേണ്ടതുണ്ട്, എന്നാ വരാൻ പറ്റുന്നത്? ഞാൻ എന്ന് വേണമെങ്കിലും വരാമല്ലോ. അല്ല, ജോലി ഒരു സിനിമ ഇത് മതി, ഒഴിവുള്ളൊരു ദിവസം വന്നാൽ മതി, ഒന്ന് വിളിച്ചിട്ട് വരിക, എൻ്റെ മൊബൈലിൽ വിളിച്ചാൽ മതി. അങ്ങനെ മൊബൈലിൽ വിളിച്ച് ഞാനവിടെ ചെല്ലുന്നു. അപ്പം എനിക്ക് ഇന്നത്തെ പോലെയല്ല, അന്ന് സമാനം തടിയുണ്ട്, ശരീരം ഒന്നും നോക്കാറില്ല. ഞാൻ നല്ല ആഹാരം കഴിക്കും, ഇഷ്ടംപോലെ ആഹാരം കഴിക്കും, എക്സസൈസ് ഒന്നുമില്ല, അങ്ങനെ ഉരുണ്ടുരുണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി മൂക്കത്ത് വിരൽ വെച്ചിട്ട്, അയ്യോ ഞാനിത് ഇങ്ങനെയുള്ളൊരു ബാബു നമ്പൂരി അല്ല കേട്ടോ എൻ്റെ മനസ്സിൽ. കുറച്ച് മെലിഞ്ഞ്, ഒരല്പം കുടവയറുണ്ടാവാം, പ്രായത്തിൻ്റെതായ വേണം നിർബന്ധവും ഇല്ല, കുടുമയൊക്കെ വച്ച് കടുക്കനൊക്കെ ഇട്ട് പഴയ നായർ തറവാട്ടിലെ ഒരു കാര്യസ്ഥൻ. അങ്ങനെ ഒരാളാണ് വേണ്ടത് എനിക്ക്. പഷ്ടി കിടന്നേ പറ്റു കേട്ടോ കുറച്ച് ദിവസം. ഞാൻ പറഞ്ഞു, നല്ല വേഷമാണ്, ചെയ്തു നോക്കൂ. പോന്നു ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ മൂക്കറ്റ ആഹാരം കഴിച്ച് നടന്ന ആൾക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പഷ്ടി കിടന്ന് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമോ? പഷ്ടി കിടക്കാൻ പറ്റിയല്ല. അപ്പോൾ നമ്മൾ ആഹാരക്രമങ്ങളൊക്കെ മാറ്റി. അങ്ങനെയാണെങ്കിൽ പോലും ഈ അന്ന് തടിച്ച ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളെ ചുങ്ങുള്ളൂ. നമ്മളെ ഒരു മിഷനിലിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത മാതിരി നമ്മളെ ആക്കാൻ ആകുകയല്ലോ. അപ്പോൾ അങ്ങനെ ഏതായാലും ഷൂട്ടിംഗ് നടക്കുന്നതിനോടൊക്കെ ഏതാണ്ട് കുറച്ചൊക്കെ ഒരു വ്യത്യാസം ശരീരത്തിൻ്റെ സ്ട്രക്ചറിന് വരുത്തിയിട്ട് ഞാൻ ചെന്നു. പുള്ളിക്ക് 100% തൃപ്തിയായില്ല. എങ്കിൽ കൂടി ശ്രമിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട്. ഇല്ലേ എന്നോട് ചോദിച്ചു. ശ്രമിച്ചിട്ടുണ്ട്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം അങ്ങ് നടക്കട്ടെ. ഷേവ് ചെയ്യണ്ട, മുടി വെട്ടണ്ട. അവിടെ ചെല്ലുമ്പോഴാണ് പറയണേ,
അപ്പോൾ എനിക്ക് തീർച്ചയായി ഞാനിവിടെ തിരുവനന്തപുരത്ത് കിടക്കണം, അല്ലെങ്കിൽ അടൂര് കിടക്കണം, ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഷൂട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ മീശ വളരണം, താടി വളരണം, മുടിയും കുടുംബ പോലെ കെട്ടിവെക്കാറാവണം. 4-5 ദിവസം, ഒരാഴ്ച എന്നെ രാവിലെ സെറ്റിൽ കൊണ്ടുപോകും. വേലൂച്ചാരെന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ വേഷം ധരിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരു പഴയ രീതിയിലുള്ള ഈ ഒരു ജഗന്നാഥൻ മുണ്ടുണ്ടല്ലോ, പഴയ ഈ ജപ്പാൻ മുണ്ടെന്നൊക്കെ പറയും, കട്ടിയുള്ള മന്മൽ മുണ്ട്. അത് ഈ മറ്റേ കോറയുടെ കളറാണ്, കോറ മുണ്ടിൻ്റെ കളറാണ്, അല്ലെങ്കിൽ കോടി കളറാണ്. അത് ഒരു പ്രത്യേക രീതിയിൽ ഉടുത്ത് വെറുതെ ഒരു തോർത്ത്, ഒരു ചുട്ടിക്കരയും തോർത്ത് തോളത്തിട്ട്, ഇതാണ് വേഷം. മേക്കപ്പ് ചെയ്യുന്നില്ലെന്നുള്ള ബാക്കിയൊക്കെ ചെയ്യും. താടി ആയില്ലെന്ന് പറയും ഭംഗിയായിട്ട് ചിരിച്ചിട്ട്. അപ്പം നാളെ മറ്റന്നാളും ഇല്ലയെന്ന് അതിനർത്ഥം. ഈ വേഷവും കെട്ടി വേണം അവിടെ ഇരിക്കാൻ. ഈ നായകന് പ്രായം കൂടുന്നതനുസരിച്ച്, ചെറുപ്പം വലിപ്പമായിട്ട് വരുന്നതനുസരിച്ച് ഈ ഉപനായകൻ അല്ലെങ്കിൽ ഈ വേലുച്ചാരെന്ന കാര്യസ്ഥനും പ്രായം ഏറി വരുന്നുണ്ട്. അപ്പം മേക്കപ്പിനൊരു പ്രസക്തിയുള്ളൊരു ക്യാരക്ടറാണ് ഈ വേലുച്ചാര്. മേക്കപ്പ് എന്ന പ്രസിദ്ധ മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്ന ആയ PN മണിയാണ്, മദ്രാസിൽ താമസം. അദ്ദേഹം വേറെ 1-2 പടങ്ങളിൽ എന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകയൊരു സൃഷ്ടിയാണ് സത്യത്തിൽ. എൻ്റെ മുഖത്ത് ചില സംഭവങ്ങളൊക്കെ അദ്ദേഹം ഒട്ടിച്ചു. എൻ്റെ ഇവിടെ ഇങ്ങനൊരു അരിമ്പാറ ഇങ്ങനെ ഒട്ടിച്ചു, ഈ നെറ്റിയേൽ ഇവിടെ. അതൊക്കെ വേലുച്ചാരുടെ ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ചില സ്വയം അടൂർ സാറിനോട് ചോദിച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഈ വേലുച്ചാര് നായകനെ പോലെയോ അതിലധികമോ പ്രസക്തിയുള്ളൊരു കഥാപാത്രമാണ് ഈ കഥാപുരുഷനിൽ. എനിക്കേതായാലും അത്രയും ദിവസത്തെ ബുദ്ധിമുട്ട് കൊണ്ട്, അത്രയും ദിവസത്തെ ഇദ്ദേഹത്തിൻ്റെ നിഷ്കർഷയോടുകൂടിയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട്, ഡയറക്ഷൻ കൊണ്ട് അംഗീകാരം കിട്ടി. കേരളം മുഴുവൻ അറിയാൻ പാകത്തിന് അന്ന് ഏറ്റവും നല്ല സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ അല്ല, ഫിലിം ക്രിട്ടിക്സ് അവാർഡ് എനിക്ക് ആ വേഷത്തിന് കിട്ടുകയുണ്ടായി. അടൂർ സാറിൻ്റെ ഈ കഥാപുരുഷനിലെ വേലുച്ചാരെ പോലെ തന്നെ പോസിറ്റീവായ അഭിപ്രായം കിട്ടിയ വേഷമായിരുന്നു 4 പെണ്ണുങ്ങൾ എന്ന് പറയുന്ന അടൂർ സാർ എടുത്ത തകഴി ശിവശങ്കരപിള്ളയുടെ ചെറുകഥകളുടെ ഒരു ദൃശ്യാവിഷ്കാരം. അപ്പോൾ അതിൽ ഞാൻ ഒരു വികലാംഗനാണ്. വികലാംഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളർന്നു കിടക്കുകയാണ്, അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്ന ഒരാൾ. അപ്പം അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഭാര്യ സുകുമാരി ചേച്ചി ചെയ്യുന്ന വേഷം. അപ്പോൾ ഈ നാട്ടിലെ വർത്തമാനങ്ങളെല്ലാം എൻ്റെ അടുത്ത് കൊണ്ട് തരുന്നത് ഈ ഭാര്യയാണ്, സുകുമാരി ചേച്ചിയാണ്. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് അവരുടെ കാര്യം എന്താണ്, ഇവരുടെ കാര്യം എന്താണ്, അവൾ അങ്ങനെയല്ലേ, ഇവളിങ്ങനെയല്ലേ, ഇവരിങ്ങനെയല്ലേ, ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സ്വല്പം കൊനസ്റ്റ് മനസ്സിലുണ്ട്. ഇഷ്ടമില്ലാത്ത ആളുകളെല്ലാം കുറ്റക്കാർ, അങ്ങനെയൊക്കെ. ആ പഴയ ഒരു കാർന്നവരുടെ ഒരു രീതി, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെക്കുറിച്ച് അംഗീകാരങ്ങൾ സ്റ്റേറ്റ് ലെവലിലോ ക്രിട്ടിക്സ് ലെവലിലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ കൂടി നാട്ടുകാരുടെ ഇടയിൽ, സിനിമ കാണുന്ന ആളുകളുടെ ഇടയിൽ, TV കണ്ടിട്ട് അതിനുശേഷവും നടൻ സിദ്ദിഖ് ഉൾപ്പെടെ പലരും എന്നെ വിളിച്ച് ക്യാരക്ടർ ഞാൻ കണ്ടു, വളരെ ഗംഭീരമായിരിക്കുന്നു, ഒന്നാന്തരമായിരിക്കുന്നു. ഇത് ചെയ്തിട്ട് അത്ര കാലമായി എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റി, അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് എൻ്റെ ദുഃഖമുണ്ടെന്നൊക്കെ. കഥാപുരുഷനിലെ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കഥാപുരുഷനിലെ വേലുച്ചാർക്കും, സ്റ്റേറ്റിലെ സെക്കൻഡ് ബെസ്റ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഉപകഥാപാത്രത്തിന് കിട്ടുന്ന അവാർഡ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കിട്ടി. അത് ആനക്കാരനായിട്ട് അഭിനയിച്ചതാണ്. അത് രണ്ടും ഒരു പടത്തിൽ തന്നെയാണ്.
ഒരു പടത്തിന് ക്രിട്ടിക്സ് അവാർഡ് എനിക്കും, മറ്റേ അവാർഡ് ഒടുവിൽ ഉണ്ണികൃഷ്ണനുമായിട്ട് ഒത്തിരി പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ പടത്തിൽ എൻ്റെ ഒരു സഹമുറിയൻ കൂടിയായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അടൂര് വച്ച്. അദ്ദേഹം മറ്റു പടങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവും, പിന്നീട് അവിടുന്ന് ഇവിടെ വരും, പാട്ടും കൂത്തും അദ്ദേഹം ഒരു തബല നന്നായിട്ട് പ്ലേ ചെയ്യുന്നയാളാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഒരു വളരെ ലൈവ്ലി ആയിരുന്നു ആ സെറ്റ് ആകെ. പക്ഷേ ഞങ്ങൾ ഒരു മമ്മൂട്ടിയായാലും മോഹൻലാലാണെങ്കിലും ഞാനാണെങ്കിലും വേറൊരു ആർട്ടിസ്റ്റാണെങ്കിലും ഊണ് സമയത്ത് നമ്മളെ പ്ലേറ്റും എടുത്തുകൊണ്ട് നമ്മുടെ ഊണ് കഴിക്കുന്ന പ്ലേറ്റ് കഴുകി എടുത്തുകൊണ്ട് പോയി കൈ കഴുകിയിട്ട് നമ്മൾ ക്യൂ നിൽക്കണം. ക്യൂവിൽ അവിടെയാണ് ആഹാരം തരിക. അത് മമ്മൂട്ടിയാണെങ്കിൽ മമ്മൂട്ടി എൻ്റെ പുറകിൽ അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ അവർ നിൽക്കണം. അല്ല, ആ സിസ്റ്റമെല്ലാം അങ്ങനെ പാലിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് അവിടെ. ആ കൾച്ചർ അതാണ്, ആ സംസ്കാരം അതാണ്. അത് വളരെ രസമായിട്ട് എനിക്ക് തോന്നുന്നു. വേറെ ഒരു സിനിമയിലും അങ്ങനെ ഇല്ല, അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഭേദപ്പെട്ട കേമികളായ ആളുകൾക്കെല്ലാം വേറെ കരിയർ പോകും. ആ കരിയറിൽ മറ്റ് ആർട്ടിസ്റ്റുകളോ മറ്റ് ടെക്നീഷ്യൻസോ കഴിക്കാത്ത പല ആഹാരം ഉണ്ടാകും. അവർക്ക് താല്പര്യമുള്ള ആ ആർട്ടിസ്റ്റിനെ സ്പെഷ്യലായിട്ട് അവർ റിക്വയർ ചെയ്യുന്ന, അവർ ഡിമാൻഡ് ചെയ്യുന്ന ആഹാരം അതിൻ്റെ അകത്തുണ്ടാവും, ഈ ആഹാരത്തിന് പുറമേ. അങ്ങനെയൊക്കെയാണ് സിനിമയുടെ ഒരു സിസ്റ്റം. നമ്മൾ പുറമേ ഉറക്കെ പറയുമ്പോൾ മലയാള സിനിമ എത്ര നല്ല രീതിയാണ്, പക്ഷേ അത് 100% സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഹാര രീതിയിൽ വരെ വ്യത്യാസങ്ങൾ ഇങ്ങനെയുണ്ട്. ചിലർക്ക് വേണ്ടത് അന്വേഷിച്ച് അത് കൊടുക്കാൻ തയ്യാറാകും, ചിലർക്ക് അങ്ങനെയില്ല. ഞങ്ങളിവിടെ ഉണ്ടാക്കിയത് ഇതാണ്, അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് പോകാം എന്നുള്ള രീതി ഉണ്ട്. അതൊക്കെ പിന്നീട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അടൂർ സാറിൻ്റെ ആ ഒരു സെറ്റിൽ അത് അല്പം പോലുമില്ല. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ആഹാരം, ഒരേ രീതിയിലുള്ള വിളമ്പൽ. നമുക്ക് ഇത് വാങ്ങിച്ച് എല്ലാവരും ഇരിക്കുന്നതിൻ്റെ കൂടെ ഇരുന്ന് ഡെസ്കും ബെഞ്ചും ഉണ്ട്, അവിടെ പോയി ഇരിക്കാം. എല്ലാവർക്കും കൈ കഴുകുന്ന സ്ഥലത്തുണ്ട്, അവിടെ പോയി ഇരിക്കാം. എല്ലാവരും വിശ്രമിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ആ ഹാളുണ്ട്. അല്ലെ വീടിൻ്റെ ഒരു ഉമ്മറമുണ്ട്, അല്ലെ അവിടെ ചെറിയ കസേരകളുണ്ട്, അവിടെ ഇരിക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ഒത്തിരി ഉണ്ടെങ്കിൽ കൂടി സിനിമയുടെ കാര്യങ്ങൾ ഈ അടൂർ സാറിൻ്റെ ആദ്യം പറയേണ്ട ഒരു കാര്യമാണ്. ആദ്യം തുടങ്ങിയതും അവിടെയാണ്. അവസാനം സിനിമയെക്കുറിച്ചുള്ള ഈ ടോക്ക് നമ്മൾ നിർത്തുമ്പോൾ ഈ അടൂർ സാറിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് പോകാം. ഇളയ അനിയന്, തറവാട്ടിൽ താമസിക്കുന്ന ഇളയ അനിയൻ, അത് ബുദ്ധിമുട്ടാണ്, അയാൾക്ക് മറ്റൊരു സ്ഥലത്ത് ജോലിയാണ് എന്ന് പറഞ്ഞ് അത് വേറൊരു അനിയന് കൊടുക്കുകയും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുകയും അങ്ങനെ കാര്യങ്ങളുണ്ടായി. ഈ തറവാട്ടിൽ താമസിക്കാനായിട്ട് അന്ന് നിയോഗിക്കപ്പെട്ട ആ അനിയൻ, അവൻ്റെ വിവാഹമൊക്കെ നടത്തിച്ചത് ഞാനാണ്. അച്ഛൻ പോയതിന് ശേഷമാണ്, അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അവൻ്റെ വിവാഹം. കുടിവയ്പ്പ് തറവാട്ടിലായിരുന്നു. കുടിവയ്പ്പ് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ ചടങ്ങുകൾക്ക് ശേഷം, ചടങ്ങുകൾക്ക് ശേഷം കൊണ്ടുവന്ന് കയറ്റുന്ന ആ സ്ഥലം, ആ തറവാട്, ആ വീട്, അതിനാണ് ആ കയറ്റുക, ഇങ്ങോട്ട് കൊണ്ടുവരിക, കൈ പിടിച്ച് കൊണ്ടുവരിക, കുരവയുമായിട്ട് കൊണ്ടുവരിക എന്നുള്ള ആ ചടങ്ങിനാണ് ഇത് പറയുന്നത്. കുടിവയ്പ്പ് എന്നാണ് ഞങ്ങൾ പറയുന്ന ഭാഷ. അതിവിടെയാണ്. അവനിന്നില്ല. 5 വർഷം മുമ്പ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് നിര്യാതനായി, മണ്ണോട് മണ്ണ് ആയി. നല്ല ആരോഗ്യം, ഞങ്ങളെക്കാളൊക്കെ ആരോഗ്യമുള്ള, വളരെ പ്രസരിപ്പുള്ള, അതിമനോഹരമായിട്ട് പാടുന്ന അനിയനായിരുന്നു. വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. കെമിക്കൽ എഞ്ചിനീയറിന് ആ ഒരു സൈഡിൽ നിൽക്കാതെ മറ്റ് പല രീതിയിലുമുള്ള ജോലിയിലേക്ക് പോയി. പല സ്ഥലങ്ങളിലും മാറി ഒരു സ്ഥലത്തും തളച്ചിടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ പറയും. വലിയൊരു, ഞങ്ങളെല്ലാം മാനസികമായിട്ട് ഒത്തിരി തളർത്തിയ ഒരു നഷ്ടം ആയിരുന്നു അവൻ്റെ അകാല നിര്യാണം. അവന് 45-50 ഇടയ്ക്ക്, 48 തോന്നുന്നു വയസ്സിലാണ് ഈ നിര്യാണം. ഇന്നിപ്പോൾ ഞങ്ങൾ നമ്പൂതിരിമാരെന്ന് പറയുന്ന ആളുകൾ കാലാകാലങ്ങളിൽ വളരെ ഇമ്മീഡിയറ്റ് ബന്ധുക്കളുടെ എല്ലാം ഓർമ്മയ്ക്കായിട്ട് ആ ചരമദിനം ചാത്തം, ശ്രാർത്ഥം എന്ന് പറയേണ്ടത് ചാത്തം എന്നാണ് ഇപ്പോൾ പറയുക. അച്ഛൻ്റെ ചാത്തമാണ്, അമ്മയുടെ ചാത്തമാണ്, അച്ഛൻ്റെ ബലിയാണ്, അമ്മയുടെ ബലിയാണെന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ദിവസമാണ്. ഈ ദിവസം എന്ന് പറഞ്ഞാൽ ആ ഡേറ്റല്ല, ആ നാളിലാണ് നമ്മൾ അവരെ ഓർക്കുക. അവർക്ക് വേണ്ടിയിട്ട് അവർ മറ്റേതോ സ്വർഗ്ഗലോകത്ത്, എല്ലാവർക്കും സ്വർഗം കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരൊക്കെ സ്വർഗം പൂകി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ സ്വർഗത്തിൽ നിന്ന് അവർ ആ ദിവസം തിരിച്ചിവിടെ വരുമെന്നും നമ്മളെ കാണാൻ വരുമെന്നും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഉരുളച്ചോറ്,
അതാണ് ബലിച്ചോറ് എന്ന് പറയുന്നത്. അതാണ് ആ ചോറ് പിണ്ടമുരുട്ടി ചില കർമ്മങ്ങൾ ചെയ്ത് അത് തെക്ക് വശത്തെ മുറ്റത്ത് ചാണകം മെഴുകിയ തറയിൽ അത് വച്ച് നമ്മൾ വിളിക്കും. കൈകൊട്ടി 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 വിളിക്കുമ്പോൾ കാക്കയുടെ രൂപത്തിൽ അവർ പറന്നു വരുമെന്നും ഈ പിണ്ണം കൊത്തി ആഹരിച്ചിട്ട് പോകുമെന്നാണ് വിശ്വാസം. അച്ഛൻ്റെയും അമ്മയുടെയും ഈ അനിയൻ്റെയും ഈ 5 വർഷവും ഞാൻ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബലിയിട്ട ആളാണ്. സാധാരണ കുടുംബത്തിലെ മക്കൾ അച്ഛൻ്റെ ബലിയിടുക, അമ്മയുടെ ബലിയിടുക ഇതൊക്കെ ചെയ്യുന്നത് ആൺകുട്ടികളാണ്. എൻ്റെ കർമ്മങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ എൻ്റെ സന്താനമായിട്ട് ആരുമില്ല. പക്ഷേ ആ സന്താനത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു ഉപാധി എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയെ ബ്രാഹ്മണനാക്കുക എന്ന ചടങ്ങിൻ്റെ ആദ്യത്തെ ഇതാണ് ഉപനയനം. അപ്പം നമ്മളൊരു ആൺകുട്ടിയെ നമ്പൂതിരി ആയിട്ട് ജനിച്ച ഒരു കുട്ടിയെ ജ്യേഷ്ഠൻ്റെയോ അനിയൻ്റെയോ മക്കൾ മതി, ആ കുട്ടിയെ ഉപനയനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവന് ആ പയ്യൻ എൻ്റെ മകൻ്റെ സ്ഥാനത്താണ് ആ കുട്ടി. അപ്പം മകനായിട്ട് താൽക്കാലികമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു അവനെ. എന്താണ് അതിനർത്ഥം? അപ്പം പിന്നെ പിണ്ടം വയ്ക്കാൻ, ഈ ബലിയിടാൻ അവൻ മതി. അത് തൃപ്തിയാണ് ആ പരേതാത്മാവിന്. എനിക്കങ്ങനെ ഒരാളുണ്ട്. എൻ്റെ പറവൂർ താമസിക്കുന്ന വിഷ്ണു നമ്പൂതിരി, വിഷ്ണു എന്ന് പേര് വിളിക്കുന്ന മാലിയങ്കര കോളേജിലെ പ്രൊഫസർ വിഷ്ണുവിൻ്റെ മകൻ ഹിരൺ, മൂത്ത മകൻ, അവനെ ഉപനയനം നടത്തിയ ഞാനാണ്. പക്ഷേ ഇവർക്ക് എൻ്റെ കുഞ്ഞനിയന് വേണ്ടിയിട്ട് പിണ്ണം വയ്ക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാനേ ചെയ്തു. 2 ആഴ്ച ആയില്ല അവൻ്റെ ചരമദിനം, ആ ബലിയുടെ ദിവസം വന്നിട്ട് ആ ദിവസം ഈ കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യുക. എനിക്കറിയാതെ ചെയ്യാനായിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ബലിയിട്ട് 41 ദിവസം മറ്റൊക്കെ ഇട്ടതാണ്. ബലിയിട്ട് അതൊക്കെ മനഃപ്പാഠമാണ് ചെയ്യാനായിട്ട്. അതിൻ്റെ കവ്യം അത് ഹേമ എൻ്റെ സഹധർമ്മിണി അത് വച്ച് തരും. ബാക്കി കാര്യങ്ങളെല്ലാം ഞാനത് ചെയ്തു. ഈ പിണ്ണം എടുത്തുകൊണ്ട് എല്ലാം ചെയ്ത് തെക്കുവശത്തെ മുറ്റത്തേക്ക് ഇതുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാക്കക്കൂട്ടം, കുറേ അധികം കാക്കകൾ. ഞാനങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ പറന്ന് മാറി അവർ, അല്പം അകലേക്ക് മാറി. എല്ലാം ഉണ്ടവിടെ. അടുത്തൊരു തേക്ക് നിൽക്കണം. ആ തേക്കിൻ്റെ മുമ്പിലേക്കൊക്കെ ചിലർ മാറി, ചിലങ്ങ് മാറിയിരുന്നു. അങ്ങനെ ഇരുന്നു. ഇതവിടെ വച്ചു. വച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില മന്ത്രങ്ങൾ ജപിച്ച് കഴിഞ്ഞിട്ട് കൈകൊട്ട് നമ്മുടെ ഈ പവിത്രം ഇട്ടിട്ട് ആ പവിത്രം അഴിച്ച് അവിടെ ഇട്ടും. എന്നിട്ട് ആ പരേതാത്മാവിനെ സങ്കല്പിച്ച് മന്ത്രം ജപിച്ച് തൊഴുത് നമ്മൾ പിൻവാങ്ങും. ഇതാണ് ചെയ്യുക. എന്നിട്ട് ഈ കാക്ക വന്നില്ലെങ്കിൽ വീണ്ടും കൈകൊട്ടി കാക്കയെ വരുത്തി. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കാക്കകൾ വരാറുണ്ട്. ഇതിവിടെ കാക്കകൾ റെഡിയാണ്. ഒരു 10-30 കാക്കകൾ. അതിലൊന്ന് തീർച്ചയായിട്ടും അവനായിരിക്കുമല്ലോ. വിശ്വാസം അതാണ് ശരിയെങ്കിൽ. അപ്പോൾ അവൻ്റെ കൂടെ ഇഷ്ടംപോലെ കൂട്ടുകാർ, അവരവിടെ കിടന്ന് ഈ പിണ്ണം കൊത്തി, ഈ ചോറ് കൊത്തി കലവില വച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ പറന്നുപോയി. ഒരാൾ മാത്രം അവിടെ പറക്കാതിരിക്കുക. ഇങ്ങനെ ഒരു കാക്ക മാത്രം അവിടെ. ആ കാക്ക ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. കാ 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 ഇങ്ങനെ. ചോറെല്ലാം തീർന്നു. അവിടെ ഒന്നുമില്ല. ഈ ചോറ് കിട്ടാഞ്ഞിട്ടായിരിക്കുമോ? തലേ ദിവസം വൈകുന്നേരം, അന്ന് ഞങ്ങൾക്ക് നൊയമ്പാണ്. നൊയമ്പെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കില്ല. ചപ്പാത്തി ഉണ്ടായിരുന്നു. ഒരു ചപ്പാത്തി എടുത്ത് ഞാൻ മെല്ലെ അങ്ങോട്ട് പറന്നു പോകാതെ എറിഞ്ഞു. അവൻ്റെ മേത്ത് കൊള്ളാതെ, ആ കാക്കയുടെ മേത്ത് കൊള്ളാതെ അത് കൊത്തി വലിച്ച് 2-3 പീസാക്കിയിട്ട് ഒരു കഷ്ണം അവിടെ ചൊത്തി നിന്നിട്ട് അടുത്ത കഷ്ണം കൂടെ പറന്നേ പോയി. പറന്ന് പോകുന്നതിനിടയ്ക്ക് തിരിഞ്ഞൊന്ന് നോക്കിയൊന്നും എനിക്ക് സംശയം. ഞാൻ അടുത്ത കൊല്ലം വരാം എന്നുള്ള അർത്ഥത്തിൽ